May the Lord's name be glorified. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. Greetings to you all in the matchless and wonderful name of the Lord Savior Jesus Christ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾ ഓരോരുത്തരെയും വന്ദനം ചെയ്യുന്നു. I thank the Lord that God has given me this privilege to stand in front of you. വല്ലവനായ ദൈവം എനിക്ക് ഇപ്പോൾ ആൾക്കാരെ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുവാൻ നൽകിയ കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും സ്തോത്രം ചെയ്യുന്നു. Let's go without any introduction about me. Proverbs chapter 3. എന്നെക്കുറിച്ച് മറ്റു കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ഞാൻ സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. Because I am so familiar to each and every one of you, so no need any introduction. എനിക്ക് നിങ്ങളെല്ലാവരെയും നന്നായി പരിചയമുണ്ട്, അതുകൊണ്ട് വളരെ ഇൻട്രൊഡക്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. So let's see Proverbs chapter 3 verse from 3 to 10. We will meditate this short of time. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 3 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ നാം ഈ സമയപരിധിക്കുള്ളിൽ നോക്കുക. As you know, this book is so familiar each and every one of us. നമുക്കെല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു അധ്യായമാണിത്. If you see entire Bible, it speaks about Israel, history of Israel. നാം ബൈബിൾ മുഴുവനായി നോക്കുകയാണെങ്കിൽ നമുക്ക് ഇസ്രായേൽ ജനതയുടെ ചരിത്രം കാണുവാനായിട്ട്. But if you look this book of Proverbs, എന്നാൽ നാം ഈ സദൃശവാക്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ there is no connection with these people of Israel. എന്നാൽ ഇത് ഇസ്രായേൽ മക്കളോട് അങ്ങനെ വലിയൊരു ബന്ധമില്ല. This is general commandments or rules and regulations of a humankind. ഇത് മനുഷ്യവർഗത്തിനുള്ള നിയമങ്ങളാണ്. This is applicable for everyone. ഇത് സകല ജനത്തിനും പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന ഒന്നാണ്. From child, ശിശുവിനും, for family, കുടുംബത്തിനും, for students, വിദ്യാർത്ഥികൾക്കും, even for businessmen, ബിസിനസ്സുകൾ ചെയ്യുന്നവർക്കും, or even for old men. വൃദ്ധന്മാർക്കും Everyone applicable this book. എല്ലാവർക്കും പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന ഒരു പുസ്തകമാണ്. And this book consists with 31 chapters. ഇത് 31 അധ്യായങ്ങൾ അടങ്ങുന്ന ഒരു പുസ്തകമാണ് സദൃശവാക്യം. It's not this book taught by John Kurian in Brethren Bible Institute. ഈ From the beginning till date, he is teaching this book. Yes, sir. This book taught by John Kurian in Bible College. ബൈബിൾ കോളേജിൽ ഈ പുസ്തകം പഠിപ്പിക്കുന്നത് ജോൺ കുര്യൻ സാറാണ്. And he used to tell like this to us. സാർ ഇങ്ങനെ ഒരു വാചകം പറയുവാനായിട്ട് ഇടയാണ്. If you read every day one chapter of Proverb, നിങ്ങൾ എല്ലാ ദിവസവും ഒരു അധ്യായം വെച്ച് സദൃശവാക്യങ്ങളിൽ നിന്ന് പഠിക്കുകയാണെങ്കിൽ and apply in your life, അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നുവെങ്കിൽ, and you will be so far from Satan and you will be so near to God. എങ്കിൽ നിങ്ങൾ സാത്താനിൽ നിന്ന് വളരെ അകലത്തേക്ക് പോവുകയും ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ചെയ്യും. As like a doctor says, if you eat every day an apple, you will be so far from doctor. ഇങ്ങനെ ഡോക്ടർമാർ പറയുകയുണ്ടാവും, നിങ്ങൾ ദിവസം ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടർമാരിൽ നിന്ന് വളരെ അകലത്തേക്ക് പോകുക. Neither John Kurian sir used to say that if you read every day a chapter and apply, you will be so far from Satan. അതുപോലെ തന്നെ ജോൺ കുര്യൻ സാർ ഇങ്ങനെ പറയുകയുണ്ടാവും, നിങ്ങൾ ഈ സദൃശവാക്യങ്ങൾ എല്ലാ ദിവസവും വായിക്കുകയാണെങ്കിൽ നിങ്ങൾ സാത്താനിൽ നിന്ന് വളരെ അകലത്തേക്ക് പോവുകയുണ്ടാവും. Yeah, that's really fantastic and that's truth actually. അത് വളരെ സത്യമായ ഒരു കാര്യമാണ്. Full of this Proverbs speaks about commandments and obedience of God. ഈ സദൃശവാക്യങ്ങൾ മുഴുവനായിട്ട് നാം മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തിന്റെ കൽപ്പനകളും നിയമങ്ങളുമാണ്. Then chapter 1, 2, 3. 1-ാം അധ്യായം മുതൽ 3-ാം അധ്യായം വരെ Father is giving commandments to his children. പിതാവ് തന്റെ മക്കൾക്ക് നൽകുന്ന കൽപ്പനകളാണ്. And this chapter 3 also, Father is giving instruction to his children. 3-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഉപദേശം നൽകുന്നു. And he is telling verse 1. 1-ാം വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്, My son, if you apply these all things that which I commanded to you, ഞാൻ പറഞ്ഞതെല്ലാം നീ കരുതിക്കൊണ്ടാൽ, and your life will be very nice. നിന്റെ ജീവിതം എന്നത് വളരെ നന്നായിരിക്കും. And first commandments that he is giving verse 3. 3-ാമത്തെ വാക്യത്തിലാണ് ആദ്യമായിട്ട് കൽപ്പന നൽകുന്നത്. Let's not mercy and the truth forsake from you. ദൈവം വിശ്വസ്തയെ നിന്നെ വിട്ടുപോകരുത്, but bind it on your neck. അവ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക. Write it that in your heart. നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക. You know what is the result of that? അതിന്റെ പ്രതിഫലം എന്താണെന്ന് അറിയാമോ? Verse 4.
അത് 4-ാം വാക്യത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. And that will find esteem from sight of God and sight of man. അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. Therefore let not mercy and truth forsake from you. Therefore let mercy and truth forsake from you. Verse 3. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അവ ദീർഘായുസ് ജീവകാല ദയയും വിശ്വസ്തയും നിന്നെ വിട്ടുപോകരുത്. അവ നിന്റെ കഴുത്തിൽ കെട്ടുക, നിന്റെ ഹൃദയത്തിൽ പലകയും എഴുതിക്കൊള്ളുക. And second thing, രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് verse 5. 5-ാം വാക്യത്തിൽ, trust in the Lord with all your heart പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. and lean not on your understanding. സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. Man's heart is evil. മനുഷ്യന്റെ ഹൃദയം അത് ദുഷ്ടത നിറഞ്ഞതാണ്. Whatever he does, sometimes he doesn't know. മനുഷ്യൻ എന്താണ് ചെയ്യുന്നതെന്ന് അത് മനുഷ്യന് തന്നെ അറിയില്ല. Man created by image of God. മനുഷ്യൻ ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. And God given this man script to how to live a man. ദൈവം മനുഷ്യന് ഈ വചനം നൽകിയിരിക്കുന്നത് എങ്ങനെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ജീവിക്കണം എന്നതാണ്. And every man have to read and understand and obey according to his will and purpose. സകല മനുഷ്യരും ഇത് വായിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യണം. അതാണ് ദൈവഹിതം. Man should not lean on his own understanding. മനുഷ്യൻ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. But he has to depend on God. അവൻ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. You know what is the result of that? അതിന്റെ പ്രതിഫലം എന്താണെന്ന് അറിയാമോ? Verse 6. അത് 6-ാം വാക്യത്തിൽ, God may direct very nice to his path. ദൈവം നിന്റെ പാതകളെ നേരെയാക്കും. You know, when we are taking our own decisions, നാം നമ്മുടെ സ്വന്തമായ ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ that may not be right. ആ തീരുമാനങ്ങളൊന്നും ശരിയായിരിക്കുകയില്ല. See the life of Jonah. യോനയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ, When he took in his own decision, താൻ സ്വന്തമായ ഒരു തീരുമാനം എടുത്തപ്പോൾ he bore the consequences from God. തനിക്ക് അതിൻ്റെതായ കോൺസിക്വൻസസ് ദൈവത്തിൽ നിന്ന് ഏൽക്കുകയുണ്ടായി. Sometimes we are taking our own decisions and we are bearing that consequences from God. നാം ഇങ്ങനെ സ്വന്തമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നാം അതിനനുസരിച്ചുള്ള കോൺസിക്വൻസസ് നേരിടേണ്ടി വരും. But God has given this Bible to read and understand and obey His word. എന്നാൽ ദൈവം നമുക്ക് ഈ വചനം നൽകിയിരിക്കുന്നത് അത് വായിക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനുമാണ്. But most of the time we are not doing that. എന്നാൽ നാം കൂടുതലായി അതങ്ങനെ ചെയ്യുകയില്ല. That is why we are getting some kind of chastisement from God. അതുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് നാം ശിക്ഷ പ്രാപിക്കുന്നത്. But let's obey and get blessings from God. എന്നാൽ നാം അത് അനുസരിക്കുകയും ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യണം. And third thing, മൂന്നാമത്തെ കാര്യം, verse 7. 7-ാം വാക്യത്തിൽ, Do not be wise in your own eyes. നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്. Fear the Lord and depart from evil. യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. In other translation, മറ്റൊരു തർജിമയിൽ, do not be wise and do not be proud in your eye. തനിക്ക് തന്നെ ജ്ഞാനിയായിട്ട് തോന്നി അഹങ്കരിക്കരുത്. But fear the Lord. എന്നാൽ യഹോവയെ ഭയപ്പെടുക. Don't be proud. എന്നാൽ അഹങ്കരിക്കരുത്. Always obey the Lord. യഹോവയെ അനുസരിക്കുക. Trust Him. യഹോവയിൽ ആശ്രയിക്കുക. Believe Him. യഹോവയെ വിശ്വസിക്കുക. Whatever you get, that is because of grace of God. എന്ത് തന്നെ നിങ്ങൾക്ക് ലഭിച്ചത് അതെല്ലാം ദൈവത്തിന്റെ കൃപയാണ്. That is why don't be proud. അതുകൊണ്ടാണ് പറയുന്നത് അഹങ്കരിക്കരുത്. You know what is the result? Verse 8 again. അതിന്റെ പ്രതിഫലം എന്താണ്? It will be health to your flesh and trust in your bones. അത് 8-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, അത് നിന്റെ നാഭിക്ക് ആരോഗ്യം, അസ്ഥികൾക്ക് തണുപ്പുമായിരിക്കും. And fourth thing, 4-ാമത്തെ കാര്യം, verse 9. അത് 9-ാം വാക്യത്തിലാണ്. Honor the Lord with your possessions. യഹോവയെ നിന്റെ ധനം കൊണ്ടും എല്ലാ വിളവിന്റെ ആദ്യ ഫലം കൊണ്ടും ബഹുമാനിക്കുക. And that will increase your wealth. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. In other translation, modern translations, it says like this. മറ്റൊരു തർജ്ജിമയിൽ ഇങ്ങനെയാണ് പറയുന്നത്. This is written by people of Israel. ഇത് ഇസ്രായേൽ ജനം എഴുതിയത്. But this verse can applicable to church like this. അത് സഭയ്ക്കും ഉപയോഗമുള്ള ഒന്നാണ്. Give your heart to God with full heart and mind and truth. നിങ്ങളുടെ ഹൃദയം മുഴുവനായി യഹോവയ്ക്ക് സമർപ്പിക്കുക. That means be submissive to Christ. ക്രിസ്തുവിൽ നിങ്ങളെ തന്നെ സമർപ്പിക്കുക. Obey God's word. ദൈവത്തിന്റെ വചനം അനുസരിക്കുക. Be fellowship with Christ assembly. സഭയിൽ കൂട്ടായ്മ ആചരിക്കുക. Submissive elders.
മൂപ്പന്മാർക്ക് കീഴടങ്ങിയിരിക്കുക. Worship the Lord with all your position. That means all your heart. നിങ്ങളുടെ ഹൃദയം കൊണ്ട് ദൈവത്തിന് സമർപ്പിക്കുക. That result. അതിന്റെ പ്രതിഫലം എന്താണ്? Verse 10. അത് 10-ാം വാക്യത്തിൽ നാം So your barns will be filled with plenty. അങ്ങനെ നിന്റെ കളപ്പുരകൾ സമൃദ്ധിയായി നിറയും. And your words will be overflow with new wine. That means Christians. നിന്റെ ചക്കുകളിൽ വീഞ്ഞ് കവിഞ്ഞൊഴുകും എന്ന് വെച്ചാൽ These words apply like that. നമുക്ക് ഇങ്ങനെ പ്രാവർത്തികമാക്കുവാനായിട്ട് കഴിയും. Our God may bless us with greatness. വലിയവനായ ദൈവം നമ്മെ ഇങ്ങനെ അനുഗ്രഹിക്കുകയുണ്ടാവും. So let's keep these all things in our mind. ഈ കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് സൂക്ഷിക്കാം. If we read, we can understand that what is the commandments and result. നാം ഇതിങ്ങനെ വായിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ദൈവത്തിന്റെ കൽപ്പനയെന്നും എന്താണ് നാം അനുസരിക്കുമ്പോഴുള്ള പ്രതിഫലമെന്നും. So let's get all these showers of blessings upon us. അങ്ങനെ നമുക്ക് ഈ അനുഗ്രഹങ്ങളെല്ലാം ദൈവത്തിൽ നിന്ന് ലഭിക്കുവാനായിട്ട് So let's keep these all things and apply in our life. ഈ കാര്യങ്ങളെല്ലാം നാം ഓർക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഇടയാകട്ടെ. Through this may the Lord's name be glorified. ഈ വചനങ്ങളാൽ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.